ഹായ് ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് ജൂലൈ 2026. സെറ്റ് ജൂലൈ 2026 എന്ന് പറയുമ്പോഴും എക്സാം വരുന്ന എപ്പോഴും ഓഗസ്റ്റ് ലാസ്റ്റ് സൺഡേ ആയിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും പഠിക്കാൻ സമയമുണ്ടെന്നുള്ളതാണ്. നല്ലതായിട്ട് പഠിക്കാൻ പറ്റും. നമ്മളുടെ ഹൈംസ് അക്കാഡമിയെ സംബന്ധിച്ചോളം എഴുതുന്ന കുട്ടികളിൽ 99% കുട്ടികളും നല്ല രീതിയിൽ പാസ്സാവാറുണ്ട്. നമ്മൾ അത്രയും ഒരു എഫേർട്ട് നമ്മളുടെ എക്സാം പ്രിപ്പറേഷനിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ആരും നമ്മളുടെ കോഴ്സ് എടുത്തിട്ട് നഷ്ടമായി പോയി പഠിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇത്രയും നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു പെയ്ഡ് ആടുകൾ കൊടുക്കാറില്ല. നമ്മളുടെ കുട്ടികളാണ് എപ്പോഴും നമ്മളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അത് നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവരിൽ 90% കുട്ടികളും നമ്മളുടെ ആട് കണ്ടിട്ടല്ല വരുന്നത്. അവർ വരുന്നതെല്ലാം മുന്നേ ബാച്ചിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾ അവരോട് പറഞ്ഞ് കേട്ടാണ് നമ്മളുടെ ബാച്ചിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. അതോടൊപ്പം ഇനിയും നിങ്ങൾ ആരെങ്കിലും സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഏറ്റവും ചെറിയ ഫീസിൽ ഏറ്റവും മികച്ച കോച്ചിങ്, ഇന്ന് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും മികച്ചൊരു കോച്ചിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് മികച്ച രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നടത്താനായിട്ട് പറ്റും. ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാനും പറ്റും. അതോടൊപ്പം നമുക്കറിയാം നമ്മളുടെ എക്സാമിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. 24-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ 22/5 ഇത് മെയ് 22-ാം തീയതി വരെ നമുക്ക് സമയമുണ്ട്. ഇനി അതോടൊപ്പം ശ്രദ്ധിക്കണം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, മെയ് 22 ആണ് നമ്മളുടെ ലാസ്റ്റ് ഡേറ്റ്, ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ എഡിറ്റിങ്ങിൻ്റെ ഡേറ്റിൽ വ്യത്യാസം വരും. ഇല്ല എന്നുണ്ടെങ്കിൽ 23 മുതൽ 25-ാം തീയതി വരെയുള്ള സമയം കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് ഓണെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. നമ്മളുടെ കുട്ടികൾ മിക്കപ്പോഴും വരുന്നൊരു പ്രശ്നമാണ്, അവർ പാസ്സായി കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ പേരിൻ്റെ അവിടെ അല്ലെങ്കിൽ കുത്തിട്ടത് കൂടിപ്പോയി, അങ്ങനെ എന്തെങ്കിലും ഇതിലുള്ള മിസ്റ്റേക്ക് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ നമുക്ക് ഈ ഒരു ഡേറ്റ് ഉപയോഗിക്കാം. 23, 24, 25 ഈ ദിവസങ്ങളിൽ നമുക്ക് കയറി എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പിന്നീട് ഇതിനു വേണ്ടി എന്തിനാണ് നമ്മൾ ടെൻഷൻ ആവുന്നത്. ദെൻ അതുപോലെ തന്നെ എക്സാമിൻ്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല, ബാക്കി അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ദെൻ അതോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ നോൺ ക്രീമി ലെവൽ സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്യുന്നവർ, എങ്കിൽ OBC കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെടുക്കുന്ന സർട്ടിഫിക്കറ്റ് 25/4/2025 25/5/2026 ഇടയിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. മറക്കരുത്, 25/4/2025 25/5/2026 ഇടയിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇത് ഒരു ലോങ് വീഡിയോ ആണ്. നമ്മൾ ജസ്റ്റ് ഇൻഫർമേഷൻസ് മാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ലിറ്റററി അവാർഡ്സ് ആണ്. നമുക്കറിയാം നമ്മളുടെ സെറ്റ് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. കേരളത്തിൽ നിന്നുള്ളതും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ളതും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ലിറ്റററി അവാർഡ്സ് പലപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. പല തവണ ചോദിച്ചു പോയിട്ടുണ്ട്. 2025 ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ 2025 ബാനു മുഷ്താഖ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ബാനു മുഷ്താഖ്. പുള്ളിക്കാരുടെ വർക്ക് എന്ന് പറയുന്നത് ഹാർട്ട് ലാമ്പാണ്. ഏതാണ്? ഹാർട്ട് ലാമ്പ്. ദെൻ 2024 കിട്ടിയിരിക്കുന്നത് ജെന്നി എയർപെൻ ബെക്ക് കെയ്റോസ് എന്ന് പറയുന്ന കൃതിക്ക്. ദെൻ 2023 ജോർജി ഗോസ്പോഡിനോ ടൈം ഷെൽട്ടർ എന്ന് പറയുന്ന കൃതിക്ക്. അപ്പോൾ ഇത് നമ്മൾ ഈ 24, 23 ഓർക്കാൻ പറ്റിയില്ലെങ്കിലും 25 കൃത്യമായിട്ട് ഓർത്ത് നോക്കാം. ബാനു മുഷ്താഖ്. ആരാണ്? ബാനു മുഷ്താഖ്. അതിൻ്റെ കൃതി ഏതാണ്? ഹാർട്ട് ലാമ്പ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബുക്കർ പ്രൈസ് ആണ്. ബുക്കർ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ഡേവിഡ് സലോ, ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനായിട്ടുള്ള ഡേവിഡ് സലോയ്ക്ക് ഫ്ലഷ് എന്ന് പറയുന്ന നോവലിനാണ് ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. 2024 കിട്ടിയത് സാമന്ത ഹാർവേ ആണ്, ഓർബിറ്റൽ എന്ന് പറയുന്ന നോവലിന്. ദെൻ 2023 പോൾ ഐറിഷ് ലിഞ്ച്, പുള്ളിക്കാരുടെ പ്രൊഫറ്റ് സോങ് എന്ന് പറയുന്ന നോവലിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ സെറ്റിനെ സംബന്ധിച്ചോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 2025 അല്ലെങ്കിൽ 2026 വരുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആയിരുന്നെങ്കിൽ ബാനു ആയിരുന്നു. ബുക്കർ പ്രൈസ് ആണെങ്കിൽ ആർക്കാണ്? ഡേവിഡ്. ഓക്കെ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം അടുത്തിടയിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട അവാർഡാണ് ജ്ഞാനപീഠം അവാർഡ് എന്ന് പറയുന്നത്. 2025 60ാമത്തെ ജ്ഞാനപീഠ അവാർഡ് കൊടുത്തിരിക്കുന്നത് ആർ വൈരമുത്തു, തമിഴ് സാഹിത്യകാരനാണ്. നമുക്കറിയാം ആർ വൈരമുത്തു ാണ് ഈ ജ്ഞാനപീഠം അവാർഡ് കിട്ടിയിരിക്കുന്നത്. 2024 അതായത് 59ാമത്തെ അവാർഡ് കിട്ടിയത് വിനോദ് കുമാർ ശുക്ലയ്ക്കായിരുന്നു. അദ്ദേഹം ഒരു ഹിന്ദി സാഹിത്യകാരനാണ്. 2023 ഗുൽസാർ ഉറുദു, അതുപോലെ തന്നെ ജഗദ്ഗുരു രാമഭദ്രാചാര്യ സംസ്കൃതം, ഈ 2 പേര് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? നമ്മുടെ ആർ വൈരമുത്തു ആണ്, തമിഴ് സാഹിത്യകാരൻ. 2025 60ാമത്തെ ജ്ഞാനപീഠം അവാർഡ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് തകഴി സാഹിത്യ പുരസ്കാരം അല്ലെങ്കിൽ തകഴി ലിറ്റററി അവാർഡ്.
വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2026 അത് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? സേതുവിന് തകഴി സാഹിത്യ പുരസ്കാരം. സേതുവിന് തകഴി സാഹിത്യ പുരസ്കാരം മറക്കരുത്. 25 KP സുധീര, 24 സാനു മാസ്റ്റർ, 2023 നമ്മളുടെ 2026 സേതുവാണ്, മറക്കരുത്, സേതു. നെക്സ്റ്റ് ജ്ഞാനപ്പാന പുരസ്കാരം മറക്കരുത്. ജ്ഞാനപ്പാന പുരസ്കാരം ആർക്കാണ്? 2026 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വൈക്കം രാമചന്ദ്രൻ. ജ്ഞാനപ്പാന വൈക്കം രാമചന്ദ്രൻ. ഇനി 25, 24, 23 ഒക്കെ അറിയാനായിട്ട് എന്താണ് പ്രൊഫസർ KP ശങ്കരൻ 2025, 2024 രാധാകൃഷ്ണൻ കാക്കഞ്ചേരി, 2023 V മധുസൂദനൻ നായർ. അടുത്തത് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം എന്ന് പറയും. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം 2025 KV രാമകൃഷ്ണൻ, മറക്കരുത്. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം കിട്ടിക്കുന്നത് 2025 KV രാമകൃഷ്ണൻ, 2024 VM ഗിരിജ, 2022 കുരീപ്പുഴ ശ്രീകുമാർ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അല്ലെങ്കിൽ സാഹിത്യ അക്കാദമി അവാർഡ് മലയാളം ലിറ്ററേച്ചറിന് കിട്ടിയിരിക്കുന്നത് 2025 കഴിഞ്ഞിടയ്ക്കാണ് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, മാർച്ചിലാണ് പ്രഖ്യാപിച്ചത്. N പ്രഭാകരൻ, മറക്കരുത്, N പ്രഭാകരൻ 2025 നമ്മളുടെ സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. N പ്രഭാകരനാണ് നോവൽ മായാമനുഷ്യൻ. അടുത്തത് 2024 വേണമെങ്കിൽ നമുക്കത് ഓർത്തുവെക്കാം. K ജയകുമാർ പിങ്കളകേശിനി എന്ന് പറയും. പിങ്കളകേശിനി 23 കിട്ടിയത് EV രാമകൃഷ്ണനാണ്. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറയും. നെക്സ്റ്റ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് സാഹിത്യ അക്കാദമി ബാൽ പുരസ്കാർ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിനുള്ള അവാർഡാണ് ബാലസാഹിത്യത്തിന്. 2025 ശ്രീജിത്ത് മുത്തേടത്ത് നോവല് പെൻഗിനികളുടെ വൻകരയിൽ. ശ്രീജിത്ത് മുത്തേടത്തിന്റെ പെൻഗിനികളുടെ വൻകരയിലാണ് കിട്ടിയിരിക്കുന്നത്. 24 അത് കിട്ടിയത് ഉണ്ണിയമ്മയമ്പലം നോവല് അൽഗുരുതങ്ങളുടെ നാട്. 2023 കിട്ടിയത് പ്രിയ AS നോവൽ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്നുള്ളതാണ്. അപ്പം കൃത്യമായിട്ട് ഓർത്തു വെക്കുക. നമ്മൾക്ക് ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടന്റ്. തൊട്ട് മുന്നേ പറഞ്ഞ നമ്മളുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അല്ലെങ്കിൽ സാഹിത്യ അക്കാദമി അവാർഡ് മലയാളം N പ്രഭാകരനും, അതുപോലെ തന്നെ ബാലസാഹിത്യത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ സാഹിത്യ അക്കാദമി ബാൽ പുരസ്കാർ കിട്ടിക്കുന്നത് ആരാണ്? ശ്രീജിത്ത് മുത്തേടത്ത്. നെക്സ്റ്റ് സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ അല്ലെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം കിട്ടിക്കുന്നത് 2025 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അഖിൽ P ധർമ്മജൻ, നമ്മൾ കണ്ടതാണ്. അഖിൽ P ധർമ്മജൻ നോവൽ റാം കെയർ ഓഫ് ആനന്ദി. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അഖിൽ P ധർമ്മജൻ നോവൽ റാം കെയർ ഓഫ് ആനന്ദി. 2024 കിട്ടിയത് R ശ്യാംകൃഷ്ണനാണ്. ചെറുകഥ മീശക്കളനായിരുന്നു. 2023 ഗണേഷ് പുത്തൂർ അച്ഛന്റെ അലമാര എന്ന് പറയും. ഇതിൽ നമ്മുടെ അഖിൽ P ധർമ്മജനെ മറക്കാതിരിക്കുക. യുവ പുരസ്കാരം കിട്ടിക്കുന്നത് അഖിൽ P ധർമ്മജൻ. നെക്സ്റ്റ് എഴുത്തച്ഛൻ പുരസ്കാരം 2025 നമുക്ക് ഇമ്പോർട്ടന്റ്. KG ശങ്കരപ്പിള്ള 24 NS മാധവനായിരുന്നു. 23 SK വസന്തനായിരുന്നു. നെക്സ്റ്റ് ഓടക്കുഴൽ അവാർഡാണ് 2025 EP രാജഗോപാൽ സാഹിത്യ വിമർശന ഗ്രന്ഥം ഉൾക്കഥ സാഹിത്യ വിമർശന ഗ്രന്ഥം. 24 K അരവിന്ദാക്ഷൻ, 23 PN ഗോപികൃഷ്ണൻ. അടുത്തത് വയലാർ അവാർഡാണ്. വയലാർ അവാർഡ് 2025 E സന്തോഷ് കുമാർ തപോമയിയുടെ അച്ഛൻ എന്നാണ് നോവല്. വയലാർ അവാർഡ് കിട്ടിയിരിക്കുന്നത് E സന്തോഷ് കുമാർ 2025. 24 അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിന്. 23 ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുല. അടുത്തത് പത്മപ്രഭ പുരസ്കാരമാണ്. പത്മപ്രഭ പുരസ്കാരം 2026 R രാജശ്രീ, മറക്കരുതേ. പത്മപ്രഭ പുരസ്കാരം കിട്ടിക്കുന്ന R രാജശ്രീ. 25 അത് ആലങ്കോട് ലീലാകൃഷ്ണനായിരുന്നു. 24 റഫീഖിനായിരുന്നു. 23 സുഭാഷ് ചന്ദ്രനായിരുന്നു. അപ്പൊ 26 മറക്കണ്ട, ആർക്കാണ്? R രാജശ്രീ. നെക്സ്റ്റ് ഹരിവരാസനം അവാർഡ്. ഹരിവരാസനം പുരസ്കാരം 26 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിരുവിഴ ജയശങ്കർ നാഗസ്വര വിദഗ്ധനാണ് അദ്ദേഹം. ഓർത്തു വെക്കുക. ഹരിവരാസനം പുരസ്കാരം 2026 തിരുവിഴ ജയശങ്കറാണ്. 25 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കായിരുന്നു കിട്ടിയിരുന്നത്. 24 PK വീരമണിദാസൻ, 23 ശ്രീകുമാരൻ തമ്പിക്ക്. അപ്പൊ ഇവരെ നമ്മൾ മറക്കരുതാത്ത പേര്. 26 തിരുവിഴ ജയശങ്കർ. അടുത്തത് ONV സാഹിത്യ പുരസ്കാരമാണ്. 25 പ്രഭാവർമ്മയ്ക്കാണ്, മറക്കരുത്. പ്രഭാവർമ്മ. 24 പ്രതിഭ റായി, 23 C രാധാകൃഷ്ണനായിരുന്നു. അപ്പം ONV അവാർഡില് പ്രഭാവർമ്മേനെ മറക്കണ്ട, പ്രഭാവർമ്മ. നെക്സ്റ്റ് കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. 26 ഏഴാച്ചേരി രാമചന്ദ്രൻ. 25 M ലീലാവതി, 24 റഫീഖിന്, 23 പ്രഭാവർമ്മ. അപ്പൊ ഇവിടെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ. 26
കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് രാമകൃഷ്ണൻ, രാമചന്ദ്രൻ ഓർത്ത് വെക്കുക. അപ്പൊ രാമകൃഷ്ണൻ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് രാമചന്ദ്രന്. നെക്സ്റ്റ് സരസ്വതി സമ്മാൻ പുരസ്കാരം 2025 രാംകുമാർ മുഖോപാധ്യ. ആരാണ്? രാംകുമാർ മുഖോപാധ്യ. കൃതി ബംഗാളി നോവലാണ് ഹരപാർവതി കഥ. ഇനി JCB സാഹിത്യ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് 24 ഉപമന്യു ചാറ്റർജി. കൃതി ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്നുള്ളതിനാണ്. വ്യാസ് സമ്മാൻ കിട്ടിയിരിക്കുന്നത് സൂര്യബാല. ഓർത്തുവെക്കാം, 2024 34ാമത്തെ വ്യാസ് സമ്മാൻ സൂര്യബാലയ്ക്കാണ്. നോവൽ കോൻ ദേസ് കോ വാസി വേണു കി ഡയറി. ഇനി മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം 2026 അരുന്ധതി റോയ്ക്കാണ്. മദർ മേരി കംസ് ടു മീ, നമ്മളറിയാം, ഒരുപാട് ചർച്ചയൊക്കെ വന്നതാണ്. 2026 അരുന്ധതി റോയ്ക്കാണ് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്നതാണ് അത് അവരുടെ ആ ഒരു കൃതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബഷീർ പുരസ്കാരം 2025 എസ് ഹരീഷിന്. നോവൽ പട്ടുനൂൽ പുഴു. ദെൻ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2025 കിട്ടിക്കുന്ന മേതിൽ രാധാകൃഷ്ണൻ. ബാലാമണി അമ്മ പുരസ്കാരം 2025 M ബഷീർ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്, കേശവദേവ് സാഹിത്യ പുരസ്കാരം നമ്മുടെ ശശി തരൂരിനാണ് കിട്ടിക്കുന്നത്. 2025 കേശവദേവ് സാഹിത്യ പുരസ്കാരം ശശി തരൂര്. നെക്സ്റ്റ് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം അല്ലെങ്കിൽ മലയാറ്റൂർ ലിറ്റററി അവാർഡ് 2025 18ാമത്തെ മലയാറ്റൂർ ലിറ്റററി അവാർഡ് കിട്ടിക്കുന്ന സന്തോഷ് കുമാറിനാണ്. ദെൻ അതുപോലെ തന്നെ അതിന്റെ 24 കിട്ടിയിരിക്കുന്നത് സാറാ ജോസഫിനാണ്. ദെൻ അഷിത മെമ്മോറിയൽ ലിറ്റററി അവാർഡ് അത് M മുകുന്ദനാണ് 2025 കിട്ടിയിരിക്കുന്നെങ്കിൽ 2024 സാറാ ജോസഫിന് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. മലയാറ്റൂർ ലിറ്റററി അവാർഡ് ആണെങ്കിൽ 25 സന്തോഷ് കുമാറിന്, ദെൻ അഷിത മെമ്മോറിയൽ ആണെങ്കിൽ 2025 M മുകുന്ദന്. നമുക്കറിയാം ലിറ്റററി അവാർഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ്. എല്ലാ തവണയും നമുക്ക് അതിനകത്ത് ക്വസ്റ്റൻസ് വരാറുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് അഫയർ സെക്ഷനിൽ നമ്മൾ കണ്ടുപോകുന്നതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഏറ്റവും മികച്ച രീതിയിൽ, അത് ഏറ്റവും സിമ്പിൾ ആയിട്ട്, ഏറ്റവും ഒരു കുറഞ്ഞ ഫീസിൽ നിങ്ങളൊരു നല്ല ഒരു പ്രിപ്പറേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. നമ്മളുടെ ഗൂഗിൾ റിവ്യൂ കിടപ്പുണ്ട്, ഗൂഗിൾ പേജിൽ ഗൂഗിൾ റിവ്യൂ കിടപ്പുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്നുള്ളത് ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ, അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 65 എബോ നമ്മളുടെ പേപ്പർ 1ന് നിങ്ങൾ ജസ്റ്റ് ഒരു അതായത് നമ്മുടെ ലൈവ് സെഷൻ മാത്രം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 65 എബോ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത്രയും എഫേർട്ട് നമ്മളുടെ ഭാഗത്ത് ഇടുന്നുണ്ട്. അതും ഏറ്റവും ചെറിയൊരു ഫീസ് മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് നമ്മുടെ ആ ഒരു എക്സാം പ്രിപ്പറേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നല്ലൊരു ടൈമാണ്. നമുക്ക് ഈ ഒരു വെക്കേഷൻ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പറ്റും. നിങ്ങൾ നല്ല ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ കുട്ടികളുടെയൊക്കെ അഭിപ്രായങ്ങൾ നമ്മുടെ ഗൂഗിൾ പേജിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ഇഷ്ടം പോലെ ടെസ്റ്റിമണികൾ കിടപ്പുണ്ട്. നമ്മൾ മറ്റ് അഡ്വർടൈസ്മെന്റ് ഒന്നും കൊടുക്കാറില്ല. നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ആവുന്ന കുട്ടികളെല്ലാം മുൻ ബാച്ചുകളിലെ കുട്ടികൾ പറഞ്ഞാണ് ജോയിൻ ആവുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരിക്കലും ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ പൈസ പോകുന്നോ അല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആയിപ്പോന്ന് ഓർക്കണ്ട. നിങ്ങൾക്ക് ജയിക്കാൻ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാസ്സാക്കാൻ നമ്മൾ റെഡിയാണ്. നമ്മൾ പാസ്സായിരിക്കും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.